السلام عليكم ورحمة الله وبركاته. محلي الجزء الثاني كتاب البيع. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد. അപ്പോൾ എന്തെന്നല്ല പറഞ്ഞ ഓലോ ബാ ബിനഖ്ദിൻ ദറാഹിമ ഔ ദനാനീറ ഔ ഫുലൂസ്. നഖ്ദിനിക്ക് വിറ്റു. നഖ്ദ് ഏതായിട്ടാ പറഞ്ഞെങ്കിൽ അതാവും അല്ലേ. ഇനി ഒരേ പിന്നെ നാണയങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഏതായാലും വേണ്ടില്ല. പിന്നെ ഒന്ന് ഗാലിബും ഒന്ന് പിന്നെ എന്താണ് നാദിറും ഉണ്ടെങ്കിൽ ഗാലിബാണ് നടപ്പിൽ വരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വലോ ബാഹ ആ മജ്ഹൂലിനെ വിറ്റു. എന്ത് മജ്ഹൂലിൻ്റെ വർത്തമാനം പറഞ്ഞില്ലേ? ബൈസുബ്രത്തിൽ മജ്ഹൂല പറഞ്ഞല്ലേ? ബൈസുബ്രത്തിൽ മജ്ഹൂലായ സുബ്ര. എത്രയൊക്കെ അളവും തൂക്കൊന്നും അറിയാത്ത എന്താക്കുക, അളവും തൂക്കം അറിയാത്തൊരു കൂമ്പാരത്ത് എന്താക്കാം വിൽക്കാം. ഒരു കിലോന് എന്തായാലും 1 റിയാൽ എന്നൊക്കെ അങ്ങനെ വിൽക്കാം. ഏക്ക് റിയാൽ എന്ന നിലക്ക് പിന്നെ ഈ കൂമ്പാരം ഒന്നായിട്ട് വിൽക്കുക. അങ്ങനെ മൊത്തം അളവ് അറിയൊന്നുമില്ല. മൊത്തം അളവ് അറിയാത്തൊരു കൂമ്പാരം, ഒരു കൂട്ടം അതിനെന്താക്കുക, ഇങ്ങനെ 1 റിയാൽ കിലോന് 1 റിയാൽ എന്നുള്ള നിലക്ക് എന്താക്കാം വിൽക്കാം എന്നാണ് പറഞ്ഞത്. മൊത്തം അറിഞ്ഞില്ല, തൂക്കം അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി വലവ് ബാഹ ഞാനാണ് വിറ്റു, ആ കൂമ്പാരത്തിനാണ് വിറ്റു. ബിമിയത്തി ദിറഹമിൻ 100 റിയാലിന് 100 ദിറഹമിന്. കുല്ലു സായൻ ബിമിയത്തി ദിർഹമിൻ കുല്ല സായം ബിദിർഹമിൻ. ഓരോ സായം 1 ദിർഹമിനായിട്ട് 100 റിയാലിനാണ്ട് വിറ്റു. 100 ദിർഹമിനാണ്ട് വിറ്റു. സഹിയാവും കച്ചവടം. എപ്പോ? ഇൻ ഖറജത്ത് മിയത്തൻ 100 സായം ഉണ്ടാണ് കേട്ടോ. 100 റുപ്യക്ക് വാങ്ങുമ്പോൾ 100 സായം, ഓരോ സായനും 1 റുപ്യായിട്ട് പിന്നെ 100 സായം ഉണ്ട്. അപ്പം 100 സായം ഉണ്ടാവും നോക്കുമ്പോൾ. എന്നാലെന്താവും കച്ചവടം ശരിയാകും. അപ്പം വലോബായ ആ മജ്ഹൂലായ കൂമ്പാരത്തെ വിറ്റു. ബിമിയത്തി ദിർഹമിൻ 100 ദിർഹമിന്. കുല്ലു സായം ബി ദിർഹം ഓരോ സായനിക്കും 1 ദിർഹമായിട്ട് 100 ദിർഹമിനങ്ങ് വിറ്റു. എന്നാൽ ആ കച്ചവടം എന്താകും? സഹിയാകും. എപ്പോ? ഇൻ ഖറജത്ത് മിയത്തൻ അത് 100 പുറപ്പെട്ടാൽ. 100 സായുണ്ട്. അപ്പോൾ 100 ദിർഹമിനല്ലേ വിറ്റത്? 100 സായുണ്ട്. ഓരോ സാധനം ഓരോ ദിർഹമുള്ളത് ഒരു 100 ദിർഹമിനാണത് വിറ്റത്. ആ കച്ചവടം സഹിയാവും. 100 എന്തുണ്ടെങ്കിൽ സായുണ്ടെങ്കിൽ. വയില്ല, ഇനി അങ്ങനല്ല, 100 ഇല്ല. വയില്ലം തഖ്റുജ് മിയത്തൻ 100 കിട്ടിയില്ല. അത് നോക്കുമ്പോൾ 100 ഇല്ല. 100 ഒന്നിരിക്കൽ 100 കുറവ് അല്ലേ 100 കൂടുതൽ. ഇങ്ങനെയാണെങ്കിലോ എങ്ങനെ? 100 എന്ന് പറഞ്ഞത് വൈല്ലം തഖ്റുജ് 100 പുറപ്പെട്ടിട്ടില്ലെങ്കിൽ, മിയത്ത് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ. അങ്ങനെ മിയത്ത് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ബിഅൻ ഖറജത്ത് അഖല്ല മിൻ, അതിലും കുറഞ്ഞതാവുന്നത് 99 ഉള്ളൂ. അവ അക്സറാലി 101 ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഫലായസിഹുൽ ബൈഉ കച്ചവടം ശരിയാവില്ല. 100 റെഡി ആണെങ്കിൽ കച്ചവടം ശരിയാവും. 100 കുറഞ്ഞാലും കൂടിയാലും കച്ചവടം ശരിയാവില്ല. അല്ല സഹി അഭിപ്രായ പ്രകാരം ലിതഅസുരിൽ ജമ്മി ബൈന ജുംലത്തി സമനി വ തഫ്സീലി. ജുംലത്ത് മൊത്തം ക്യാസും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണ ക്യാസും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. മൊത്തം ക്യാഷ് മൊത്തം റേറ്റ് എന്താണ്? 100 ഓരോ സാധനം 1 ദിർഹമായിട്ട് 100 വിറ്റത്. അപ്പോൾ നോക്കുമ്പോൾ എന്തില്ല? 100 ഇല്ല, 100 കുറവാണ്. അല്ലെങ്കിൽ എന്താണ്? 101 ഉണ്ട്, 100 കൂടുതലുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്? അത് പ്രശ്നമാണ് കേട്ടോ. ഫലായസിഹുൽ ബൈഉ അല സഹീലി തഅസുരിൽ ജമ്മ് ചെയ്യാൻ കഴിയണില്ല. ജമ്മ് എന്താണ്? വിതുറാണ്. ജമ്മ് പ്രശ്നമാണ്. ബൈനൽ ജുംലത്ത് സമൻ എത്ര? 100. പിന്നെ അതിൻ്റെ തഫ്സീൽ എത്രയാണ്? 99 അല്ലെങ്കിൽ 101 ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ രണ്ട് ഇടയിൽ ജമ്മ് ചെയ്യാൻ ചാൻസ് കഴിയാത്തത് കൊണ്ട് ഈ കച്ചവടം എന്തല്ല? സഹിയല്ല. വലിൽ മുസ്തരിക്കുണ്ട്, വാങ്ങിയവനുണ്ട്. വസാനി
ഓ തഫ്സീലും ജുംലത്തു സമനും തഫ്സീലും എന്താണ് എതിരാവുന്നത് കൊണ്ട് എന്താണില്ല അത് സഹി കച്ചവടം സഹിയല്ല എന്നപ്പോൾ സഹായ അഭിപ്രായ പ്രകാരം പറഞ്ഞത്. സാനിക്കാര് പറയുന്നത് യസിഫു സഹിയാവും, കച്ചവടമൊക്കെ ശരിയാവും. വലിൽ മുസ്തരിക്കുണ്ടൽ ഖിയാറോ ഇഷ്ടം ചെയ്യാം, വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തട്ടാം കേട്ടോ. മുസ്തരിക്ക് ഖിയാറുണ്ട് സാനിക്കാര അഭിപ്രായം. പിന്നെ നാഗിസത്തിൽ ചുരുങ്ങിയതിൽ 99 ഉള്ളൂ, അത് നോക്കുമ്പോൾ 99 ഉള്ളൂ. അതിലവൻ എന്താ, ഞാൻ കച്ചവടം ചെയ്യാവന് പയ്യൻ അജാത ഞാൻ നടപ്പിൽ വരുത്തി. സമനി മുക്കാലത്ത് ബിഹി കേട്ടോ. അപ്പം ഞാൻ നടപ്പിൽ വരുത്തിയാൽ ജമീൽ സമനി എല്ലാം വില ഫുള്ളും മുക്കാബലത്തി സബുറത്തി കേട്ടോ. അത് ജമീസമനി അവിടെ അഭിപ്രായമുണ്ട്. കടത്തിൽ എഴുത്താണെങ്കിൽ മൊത്തം റൈറ്റാണോ മുക്കാബലത്തി സബുറത്ത് ബിഹി, ആ സബുറത്തിന് ആ കൂമ്പാരത്തിന് ഈ എന്തിന് ജമീ കൊണ്ടും എന്താക്കിയതിന് വേണ്ടി പിന്നെ എന്താണ് ജമീ കൊണ്ട് നേരിടിച്ചതിന് വേണ്ടി ജമീ അതായത് മൊത്തത്തിനോട് നേരിടിച്ചിട്ട് ഫുൾ ക്യാഷാണോ, ഫുള്ള് വിലയാണോ പൈസയാണോ, ഔ ബിൽ കിസ്തി അല്ലെങ്കിൽ കിസ്ത് കൊണ്ടാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മുക്കാബലത്തിൽ കുല്ല് സായം ബിദിർ ഓരോ ദിർഹമിനും ഓരോ സായ എന്ന നിലയ്ക്ക് കിസ്താണോ കൊടുക്കേണ്ടത്, അംശയാണോ കൊടുക്കേണ്ടത്, അതല്ല മൊത്താണോ കൊടുക്കേണ്ടത്. ഇത് കച്ചവടം സഹിയാണെന്ന് നോക്കുമ്പോൾ ഈ 100 കൊടുക്കണോ അത് 99 കൊടുത്താൽ മതി, 99 ഉള്ളത് 99 കൊടുത്താൽ മതിയോ, അതല്ല ഓരോ സായനും ഓരോ ദിർഹം എന്നുള്ളവർക്ക് 99 കൊടുത്താൽ മതിയോ, അതല്ല 100 തന്നെ കൊടുക്കണോ. വലിൽ മുസ്തരിക്കുണ്ട് ഖിയാറിൻ്റെ അസഹാഭിപ്രായം. പിന്നെ നാഗിസാന്ന് കൊടുത്ത് പയ്യൻ അജാത ഇനി അതിനൊക്കെ അയച്ച് നടത്തി, അതായത് ഓൻ ഇഷ്ടപ്പെട്ടാൽ ജമീൽ സമനിൽ മുക്കാബലത്ത് സബുറത്ത് ബീം, അത് ഇഷ്ടപ്പെടല് ഫുൾ കാശ് കൊണ്ടാണോ, ജമീൽ സമന് കൊണ്ടാണോ, ഫുൾ കാശ് കൊണ്ടാണോ, മുക്കാബലത്ത് സബുറത്ത് ബി ആ കൂമ്പാരത്തിന് ആ പൈസക്ക് എന്താക്കി അവിടെ നേരിട്ടു, അതായത് ആ കൂമ്പാരത്തിന് ആ പൈസ കൊണ്ട് കൊടുത്തു 100. അതല്ല ഔ ബിൽ കിസ്തി അല്ലെങ്കിൽ കിസ്തോണ്ടാണോ കൊടുക്കേണ്ടത്, അംശയാണോ കൊടുക്കേണ്ടത്, അതായത് ചുരുങ്ങിയതിനനുസരിച്ച് ചുരുക്കിയിട്ടാണോ കൊടുക്കേണ്ടത്, മൊത്തം ക്യാഷാണോ കൊടുക്കേണ്ടത്, അതല്ല ചുരുങ്ങിയതിനനുസരിച്ച് ചുരുക്കിയിട്ടാണോ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മുക്കാബലത്തിൽ കുല്ല് സായം ദിർഹമൻ ചുരുങ്ങിയാണ് ഓരോ സായനും ഓരോ ദിർഹം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു സായ കുറഞ്ഞുള്ളൂ, അപ്പോൾ അത് കുറച്ചിട്ടാണോ കൊടുക്കേണ്ടത്. കച്ചവടം ശരിയാണ് നോക്കുമ്പോഴാണ് പറഞ്ഞത്. വജിഹാനി അവിടെ 2 വജിഹുണ്ട്. വസിയാദത്തിൽ മുസ്തരി ഇവിടെ കൂടിയിക്കണമെങ്കിൽ അത് മുസ്തരിക്കുള്ള തന്നെ കേട്ടോ. അവിടെ 2 വജിഹാണ്. ആ കിസ്ത് അനുസരിച്ചാണ് കൊടുക്കേണ്ടത്, അതല്ല മജ്മൂവിന് 100 റുപ്യ എന്നുള്ളവർക്കാണ് കൊടുക്കുന്നത്. രണ്ടിനും 2 വജിഹുണ്ട് അവിടെ. ഒരു കൂട്ടർ പറയുന്നത് അതാണ് കിസ്ത് കൊണ്ടാണ് കൊടുക്കേണ്ടത്, അതായത് 99 കൊടുത്താൽ മതി. മറ്റൊരു കൂട്ടർ 100 കൊടുക്കുക, ആ കൂമ്പാരത്തിനല്ലോ വില അറിഞ്ഞത്, അതൊന്നായിട്ട് അതിനാണ് വില അറിയാം. 2 വജിഹുണ്ട് അവിടെ കേട്ടോ. വസിയാദത്തുൽ മുസ്തരി അവിടെ കൂടുതലുണ്ടെങ്കിൽ മുസ്തരിക്കുള്ളതാണ്. വലാ ഖിയാറിൽ ബായിക്ക് അവിടെ എന്തില്ല, ഖിയാറുമില്ല. കാരണം കൂമ്പാരം 100 റുപ്യക്ക് പറഞ്ഞല്ലേ, 100 റുപ്യക്ക് വിറ്റില്ലേ, ഞാൻ അങ്ങനെ എന്തില്ല, ഖിയാറില്ല. വക്കീലരിൽ വേറൊരു കൂട്ടർ ഇറങ്ങിയിട്ട് പറഞ്ഞ് അത് അയാറുള്ള വായനക്കുള്ളതാണ്, വിറ്റുവാനുള്ളതാണ്. വലിൽ മുസ്തരി ഖിയാർ മുസ്തരിക്ക് അവിടെ എന്ത് ചെയ്യാൻ, ഞാൻ 1,000 കൂമ്പാരത്തിനാണ് പൈസ തന്നത്, അല്ലാതെ എന്തല്ല കുറച്ച് ഏറുള്ള എടുക്കാനൊന്നും പറ്റില്ല എന്നിട്ട് വേണം എന്താക്കുക, കച്ചവടം ചെയ്യാം. ഖിയാറിൻ്റെ പറഞ്ഞാൽ കച്ചവടം ചെയ്യാം. വലിയ മുസ്തരി ഖിയാർ ഒയ്യണേ ഒയ്യ. വക്കത കലാമു ഫീമാലവ് കാല വക്കത ഇതേ പ്രകാരം തന്നെ സംസാരം. ഫീമാലവ് കാല ബീത്തുക്ക് ആദിയില്ലാതെ ഞാൻ ഈ ഭൂമി എനിക്ക് വിറ്റു, ആദസ് വലിയ വസ്ത്രം എനിക്ക് വിറ്റു, ബിമിയത്തി ദിറമിൻ 100 ദിറമിന് എനിക്ക് വിറ്റു കേട്ടോ. ഈ സ്ഥലം 100 റുപ്യക്ക് വിറ്റു, അല്ലെ ഈ വസ്ത്രം 100 റുപ്യക്ക് വിറ്റു. കുല്ലു ദിറായും ബിദിർ ഓരോ മുഴത്തിനും 1 ദിറമായിട്ട് ഇത് 100 റുപ്യക്ക് വിറ്റു. അപ്പം എന്താണ്, ഒരു സെന്റ് ഒരേക്കർ വേണം, ഓരോ സെന്റിനും 100 റുപ്യ തോതിൽ ആകുമ്പോൾ എന്താ 100 ഒരേക്കർ വേണം.
അല്ലേ? 100 സെൻറ്റ് വേണം, അല്ലെങ്കിൽ പിന്നെന്താണ് 100 മീറ്റർ വേണം. ഓരോ മീറ്ററും 100 റുപ്യ എന്നുള്ള വിറ്റൊക്കെയാണെങ്കിൽ അങ്ങനെ വിറ്റെടുത്ത് വക്കതൽ കലാമോ അതേമാതിരി തന്നെ സംസാരം. ഇപ്പോൾ മുകളിൽ പറഞ്ഞ സംസാരം തന്നെയാണ്. ഭീമാ ഒന്നില് ലോ കാലവും പറഞ്ഞു ബീത്തൊക്കെ ആദിയില്ലർന്ന ഈ ഭൂമി എനിക്ക് വിറ്റു, ഔ ആദ ശോഭ അല്ലെ ഈ വസ്ത്രം എനിക്ക് വിറ്റു, ബിമയത്തി ദിറമിൻ 100 ദിറമിന് കൊല്ലു ദിറായും ഓരോ മഴയും ദിറമിൻ ഓരോ ദിറം വെച്ചിട്ടാണ്. അവിടെ ഈ പ്രശ്നം വരും. അന്ന് നോക്കുമ്പോൾ എന്തില്ല, 100 ഇല്ല, 100 ഏക്കറില്ല, 100 സെന്റ് ഇല്ല. അപ്പം എന്താണ്, 99 സെന്റ് ഉള്ളെങ്കിൽ 99 ആയി കൊടുക്കുക, അതല്ല 100 തന്നെ കൊടുക്കേ. 100 കൊടുക്കണം എന്നവർ വിട്ടറ്. അവന് ആർക്ക് ചെയ്യാറുണ്ട്, വാങ്ങിയവന് ചെയ്യാറുണ്ട് കുറഞ്ഞെടുത്ത്. മറ്റോടത്ത് ഏറിയെടുത്ത് എന്താണ്, അത് സ്ഥരിക്കുള്ളതാണ് ഒരഭിപ്രായം, വാങ്ങിയവനുള്ളതാണ്. അല്ല മറ്റവന് ചെയ്യാർ ബായിന് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ. ആ 2 അഭിപ്രായം ഇവിടെയും വരും കേട്ടോ. അപ്പം വലാ ഖിയാറിൽ ബായി വക്കീല ഹിയലിൽ ബായി വലിൽ മുസ്തരിൽ ഖിയാർ വകദൽ കലാമു ഫീമാ ലോ ഖാല ബിഅതുക ഹാദിഹിൽ അർളാ വഹാദ സൗബ ബിമിയത്തി ദിർഹമിൻ കുല്ലു ദിറായിൻ ബിദിർഹം വഖൗലു അലസ്സഹീഹി എന്ന് പറഞ്ഞ തബഅ ഫീൽ മുഹറർ കേട്ടോ. മുഹററിനോട് താബിയായിട്ടാണ് അലസ്സഹീഹി പറഞ്ഞത്. ഇപ്പം ഈ കാര്യത്തിൽ ഖിലാഫിനെ ഇക്കാത്ത് ചെയ്യുന്നിടത്ത് അവിടെ മുഹററിനോടാണ് എന്താക്കിയത്, താബിയായത് മുസന്നിഫ് കേട്ടോ. അലസൈ എന്നുള്ള മുസന്നിഫിന്റെ കൗൽ അത് തബാ പീഹി അതിൽ താബിയായി മുഹററിനോട് പിൻപറ്റിയിട്ടാണ് സഹി പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഖിലാഫിനെ ഇക്കാത്ത് ചെയ്യുന്നിടത്ത് ഫി ഇക്കാര്യത്തിൽ ഖിലാഫി വജഹൈന്, ഖിലാഫിനെ വജഹൈനായിട്ടാണ് പിന്നെന്താക്കിയത് മുഹററിൽ ഇക്കാത്ത് ചെയ്തത്. അപ്പോൾ അതിനോട് പിൻപറ്റിയിട്ടാണ് സഹി എന്നിവിടെ ഉപയോഗിച്ചത്. വഹക്കാവു ഫിർ റൗലത്തി, റോലിയിൽ മുസന്നിഫ് അതിനെ ഇക്കാത്ത് ചെയ്തതിനെ കാസിലി അസിൽ റോലിയിൽ കൗലൈനായിട്ടാണ്. അപ്പോൾ കൗലൈനാകുമ്പോൾ മദ്ഹബ് എന്ന് ഇബാറത്തിടേണ്ടതാണ്. ഇവിടെ മുഹററിനോട് പിൻപറ്റിയിട്ടാണ് എന്ത് ഇവിടെ സഹി എന്ന് ഇബാറത്തിട്ടത് കേട്ടോ. ഒമത്താക്കാനല്ലേ ഇവളു മുഅയ്യനൻ, വല്ലപ്പോഴും ഇവളെന്തായി മുഅയ്യനായി, ഐ മുശാഹിദൻ കാണുന്നതായി, കപ്പത്ത് മുഅയ്യനത്തു നാ കാഴ്ച മതി, നേരെ മുന്നിലുള്ള പൈസയാണ് ഇത്, ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അതെന്താ മുഅയ്യനാണെങ്കിൽ എന്തായാൽ മതി, ആ കണ്ടാൽ മതി. ഐ കപ്പത്ത് മുഅയ്യത്ത് ആ കാഴ്ച മതി. മിൻ വൈരി ഇൽമിൻ ബിക്കത്, എത്ര ഉണ്ട് എന്ന് അറിയണ്ട, അത് എന്താണ് ഈ പൈസ അങ്ങനെ കണ്ടാൽ മതി. മിൻ വൈരി എൽമിൻ ബിക, എണ്ണി വയ്ക്കാണ്ട് തിട്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കതൽ മൊയ്ത്തരി മുഅവ്വിലും ഇങ്ങനെ തന്നെ. ഇവിടെ വിൽക്കപ്പെടുന്ന സാധനം, വിൽക്കുന്ന പൈസയും അതിൻ്റെ റൈറ്റും സാധനം ഇതേ മറക്കാൻ തന്നെ. പല കാല ഞെരുത്തം പറഞ്ഞു. അപ്പം എന്താണ്, ഇങ്ങനെ ഒരു കൂമ്പാരം കണ്ടാൽ അതേമാതിരി എൻ്റെ പൈസ അതേമാതിരി കൊടുക്കുക. 100 പറഞ്ഞാൽ 100 പിന്നെ എണ്ണി വയ്ക്കാണ്ട് തിട്ടപ്പെടുത്തണം. അപ്പം പല കാല വ്യക്തം പറഞ്ഞു ബേത്തുക്ക ബി ആദിഹി ദറാഹിമ, ഈ ദിർഹം എനിക്ക് ഞാൻ വിറ്റു. ഈ ദിർഹമിന് ഞാൻ വാങ്ങി, അല്ലെങ്കിൽ ആദി സബ്രത്ത, അല്ലെങ്കിൽ ഈ സബ്രത്തിനെ എന്താക്കി ഈ ദിർഹമിന് ഞാൻ വിറ്റു, അല്ലെങ്കിൽ ഈ കൂമ്പാരത്തിന് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. ഈ കൂമ്പാരം പറഞ്ഞു, അല്ലെ ഈ കയ്യിലുള്ള പൈസക്ക് ഞാൻ വാങ്ങിയാണ് കേട്ടോ. എൻ്റെ ഈ കയ്യിലുള്ള പൈസക്ക് ഞാൻ വാങ്ങി, എത്രയെന്ന് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഈ കൂമ്പാരം ഞാൻ വാങ്ങിയാണ്, എത്രയെന്ന് അറിയില്ല. വലായ അലമാനി കതിറോ, അതിൻ്റെ കതിർ രണ്ടാളും അറിയില്ല. ദിറാമിൻ്റെ കതിറും അറിയില്ല, അതുപോലെ തന്നെ ഈ സ്വബറത്തിൻ്റെ കതിറും അറിയില്ല. എന്നാ സഹൽ ബയ്യു കേട്ടോ, ബൈ കച്ചവടമൊക്കെ ശരിയാ. ഒരു കൂമ്പാരം അങ്ങനെ കാണണ്ട, ഇത് ഇതിൻ്റെ കയ്യിലുള്ളതിന് ഞാൻ വാങ്ങിയാണ്. എന്താ മതി, എങ്ങനെ കണ്ടാൽ മതി, എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കയ്യിലുള്ളതിനാണ്ട് വാങ്ങിയാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന കൂമ്പാരം ഞാൻ വിറ്റുവാണ്, ഞാൻ വാങ്ങിയാണ്. എന്നാൽ സഹൽ ബയ്യു കച്ചവടം എന്താവുന്ന സഹിയാവുന്ന ലാക്കി യൂക്കറോ എങ്കിൽ കറാത്തുണ്ട്. എന്നോ കത് യൂക്കറോ, പിന്നെ ചിലപ്പോൾ ഖേദം വരും, ഞാൻ കൊടുത്ത പൈസക്ക് ഇല്ലല്ലോ പറയും, അല്ലെങ്കിൽ എൻ്റെ സാധനത്തിൻ്റെ അത്ര പൈസ ഇല്ലല്ലോ ഇത് എണ്ണി നോക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഖേദത്തിന് ചാൻസ് ഉള്ളതുകൊണ്ട് എന്താണ് കറാത്താണ് ഈ കച്ചവടം. അപ്പോൾ ശരിക്കും തിട്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് കച്ചവടം ചെയ്യേണ്ടത്. എത്ര ഉറുപ്പ്യ പറഞ്ഞിട്ട്, സംഖ്യ പറഞ്ഞിട്ട് കേട്ടോ. ഒപ്പി തത്തിമ്മത്തിലുണ്ട് അന്ന ഷിറാ മജ്ഹൂലി ദിറയിലായിക്രഹു എന്നുണ്ട് കേട്ടോ. ദിറ അറിയാത്ത, അതായത് അളവ് അറിയാത്ത ഒരു കച്ചവടം, അതിന് വാങ്ങൽ ലായിക്രഹു എന്നിവിടെ ഉണ്ട്. തത്തിമ്മത്തിൽ നോക്കിയാൽ കാണാം.
അപ്പോൾ കറാത്തില്ല എന്ന് വരും ഈ കച്ചവടം. അപ്പോൾ സാധനം പൈസ എത്രയെന്ന് അറിയില്ല. ഈ കയ്യിലുള്ള പൈസക്ക് ഞാനത് വാങ്ങിയായിരുന്നു. മറ്റവൻ പറഞ്ഞ ഇതിനെ ഞാൻ പിന്നെ ഈ സാധനത്തിന് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. ഇത്രന്നില്ല ഇതിന് ആ സാധനം അല്ല, ഈ കുമ്പാരത്തിനത് ഈ കുമ്പാരത്തിനത് എത്രയൊന്നും ഇത് അളവൊന്നും അറിയില്ല. എത്ര ഉണ്ടെങ്കിലും അത് അത്ര എനിക്ക് ഞാൻ വിറ്റു പറഞ്ഞു. അങ്ങനെ വിറ്റ് അങ്ങനെ കച്ചവടം അടിച്ചാൽ എന്താണ് കച്ചവടം ശരിയാവും എന്നാണ് പറഞ്ഞത്. കേട്ടോ, തെത്തിമ്മത്തിൽ പിന്നെ കെറാത്താവും എങ്കിൽ കെറാത്തുണ്ട് എന്നറിയാം. തെത്തിമ്മത്തിലോ അങ്ങനത്തെ ഈ അളവ് അറിയാത്ത വിൽക്കുന്നതില്ല, കെറാത്തില്ല എന്ന് തെത്തിമ്മത്തിലുണ്ട്. വല്ല അലുഹറുള്ളത് അന്നഹുലായസിയു ബൈൽ വായിബീന, വായിബിനെ വിൽക്കാൻ പറ്റും. വായിബിന്റെ കച്ചവടം എന്തല്ല സഹിയല്ല. വായിബിനെ കച്ചവടം ചെയ്യുക, അതായത് നാട്ടിൽ ഇവിടെ കോഴിക്കോടുണ്ട് ഒരു സാധനം, അതിനെ ഇവിടെ കച്ചവടം ചെയ്യുക, രണ്ടാളും കണ്ടിട്ടില്ല. മാലം വിറവുൽ മുത്താക്കിദാൻ വാങ്ങണവനും കണ്ടില്ല, പറയണോ അതുപോലെ ജല്ലാലി പറഞ്ഞതാ. അങ്ങനെ രണ്ടാളും കാണാതെ കച്ചവടം ചെയ്യലെന്താണ് സഹി ആകൂല എന്നാ കച്ചവടം. ദാസിയു ബൈൽ വായിബ്, വായിബിന്റെ കച്ചവടം, വായിബിനെ കച്ചവടം ചെയ്യുക. മാലം വിറവുൽ മുത്താക്കിദാനെ വാങ്ങണവനും കണ്ടിട്ടില്ല, വിൽക്കണവനും കണ്ടിട്ടില്ല. ആയതും അല്ലേ ഒരാൾ കണ്ടില്ല, വാങ്ങണവൻ കണ്ടിട്ടില്ല, രണ്ടാളും കണ്ടിട്ടില്ല, അല്ലെ ഒരാൾ കണ്ടിട്ടില്ല. ഏതായാലും അതാണ് ഈ വായിബിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ. ആ കച്ചവടം ശരിയാവില്ല. സാനിക്കാർ പറയുന്നത് യസിഹു സഹിയും പറ്റും. ഇത്തിമാദൻ നല്ല വസ്ഫാണ്. ഇങ്ങനത്തെ പറഞ്ഞാണ്ട് അതിൻ്റെ വസ്ഫുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ, വിശേഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ വിശേഷണത്തിൻ്റെ മേലിൽ ചാരണം കൊണ്ടിട്ട് എന്താക്കാം, അത് വാങ്ങാം, കച്ചവടം സഹിയാകും. ബിദിക്കിരി ജിൻസിഹി, അതിൻ്റെ ജിൻസിനെ പറഞ്ഞു. പിന്നെ ഐറ്റം പറഞ്ഞു. അതിൻ്റെ ഏത് ഐറ്റംസാണ്, ഏത് ജിൻസാണ്, ഏത് ജാതിയാണ്, ഏത് ഐറ്റംസാണ്, ജാതിയിൽ നിന്ന് തന്നെ ഏത് ഐറ്റംസാണ്. പല ഐറ്റംസ് ഉണ്ടാവും, ഒരു സാധനം തന്നെ പല ഐറ്റംസ് ഉണ്ടാവും. അപ്പം ജിൻസിനെ പറഞ്ഞു. ജിൻസ് ഏതാണ്, എന്താണ് ജിൻസിൽ തന്നെ പല നോവും ഉണ്ടാവും. ആട് പറഞ്ഞപ്പോൾ ഒരു ജിൻസ്. ആടിൽ എന്തുണ്ട്, ചെമ്മരിയാടുണ്ട്, മറ്റേ ആടുണ്ട്, കോലാടുണ്ട്, നെയ്യാടുണ്ട്, ഇങ്ങനെയൊക്കെ പല ഐറ്റംസും ഇല്ലേ. അപ്പം അങ്ങനെ ഉണ്ടെന്നാണ്. പിന്നെ നോവിനെ പറഞ്ഞു, ജിൻസും നോവും പറഞ്ഞു കൊടുത്തു. കായക്കൂല പറയും പോലെ എങ്ങനെ ജിൻസും നോവും പറയുന്നതിൻ്റെ ഉദാഹരണം ഇതാവാം. ബെയ്ത്തു കാബിദി, എൻ്റെ അടിമനെ ഞാൻ വിറ്റു. തുർക്കി അടിമ ഉണ്ട് എൻ്റെ അടുത്ത്, സൗദി അടിമ ഉണ്ട്, അതുപോലെ തന്നെ ജപ്പാൻ അടിമ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് അമേരിക്കൻ അടിമ ഉണ്ട്. എൻ്റെ അമേരിക്കൻ അടിമനെ എനിക്ക് ഞാൻ വിറ്റുവാർ, അല്ലെങ്കിൽ തുർക്കി അടിമനെ വിറ്റുവാർ, അല്ലെങ്കിൽ ഫാരിസി അടിമനെ വിറ്റുവാർ. അപ്പം ബിദിക്കിരി ജിൻസി വനോയി, ജിൻസുന്നവും പറയാ. കാഞ്ഞക്കുലം പറയും പോലെ ബെയ്ത്തു കാബിദി, എൻ്റെ അടിമനെ ഞാൻ വിറ്റു. തുർക്കിയായ അടിമനെ വിറ്റു. ഫറസി അറബി കുതിരനെ ഞാൻ വിറ്റു, എൻ്റെ അറബി കുതിര. ഫർസി അറബിയ, ഫർസിനും പറഞ്ഞു, നോവും പറഞ്ഞു, പിന്നെന്താണ് ജിൻസും പറഞ്ഞു. അപ്പം ഫർസ് പറഞ്ഞ ജിൻസാണ്, അറബി പറഞ്ഞത് നോവാണ് കേട്ടോ. അബ്ദ് പറഞ്ഞത് ജിൻസാണ്, തുർക്കി പറഞ്ഞത് നോവാണ്. ഒലായത്തക്കുറു ബാധതാലിക്ക ഇലാദിക്കിരി സിഫാത്തിനൊക്കെ. ഇതിൻ്റെ ശേഷം വേറെ വസ്തുവൊന്നും പറയേണ്ട ആവശ്യമില്ല, വേറെ വിശേഷമൊന്നും പറയണ്ട. ഇത് ഏതാ ഐറ്റംസും തിരിഞ്ഞു. ഇന്ത്യൻ പണിക്കാരനാണ്, ഇന്ത്യൻ ആമിലാണ്, അല്ലെങ്കിൽ ബംഗാളി ആമിലാണ്, ഇതാണ് പറഞ്ഞോട് കൂടെ എന്താവും സംഗതി തീരും. പിന്നെ ഇനി വേറൊന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീട്ടുള്ളതാണ്, നീട്ടം കുറഞ്ഞ ആളാണ്, കുറിയ ആളാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലാ എഫ്തക്കിറു ബാധതാലിക്ക ഇലാദിക്കിരി സിഫാത്തിനുഖറ, വേറെ സിഫത്തുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. നാമെങ്കിലും ലോക്കാനലോ അബിദാനി, രണ്ട് അടിമ ഉണ്ടാ ചങ്ങയ്ക്ക്. മിന്നോ ഒരേ ഐറ്റംസ്, രണ്ട് ബംഗാളി അടിമ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇന്ത്യ അടിമ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് അമേരിക്കൻ അടിമ ഉണ്ട്. എന്നാൽ ഒരു ഐറ്റംസ് നോവെന്ന് തന്നെ രണ്ടടിമുണ്ട്. എന്നാ പരാബുദ്ധമൻ സിയാദത്തിയത്തം ചെയ്തു വേറിരാൻ വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ പറയണം, അവിടെ വേറിരാൻ കൂടുതൽ പറയണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരേ ഇനത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അവിടെ വേറിരാൻ വേണ്ടിയിട്ട് കൂടുതൽ പറയണം, വിശേഷണം പറയണം.
വലായത്തക്കുറു ബാധതാലി കെയിലാതിക്കിരി സിഫാത്തിൻ ഉഖർ, വേറെ സിഫത്തുകളൊന്നും പറയേണ്ട ആവശ്യമില്ല, വേറെ വിശേഷണമൊന്നും പറയണ്ട. ഞാൻ എങ്കിലും ലൗക്കാന ലഹു അബദാനി, രണ്ടടിമോനുണ്ടെങ്കിൽ, മിൻ നൗയും ഒരു ഐറ്റംസ് തന്നെ അടിമ ഉണ്ടെങ്കിൽ, ഫലാബുദ്ധമിൻ സിയാത്തി യഖഅബിയ തമ്മീദു, വേറിരിയൽ ഉണ്ടാകുന്ന സിയാദത്ത് കൂടാതെ കഴിയില്ല. അതായത് വേറിരിയ വിശേഷണം തിരിച്ചറിയാനുള്ള രണ്ടെന്ന് ഏതാണ് എന്ന് തിരിയാനുള്ള വിശേഷണം പറയൽ കൂടാതെ കഴിയൂല കേട്ടോ. ഫലാബുദ്ധമിൻ സിയാദത്തിൻ യഖഅബിയ തമ്മീദു കത്തഅറുളി സിന്നി കേട്ടോ. സിന്നിലേക്ക് വെളിപ്പെടുക. ഏരിയയിൽ വേറെ 60 വയസ്സായത് അല്ലെങ്കിൽ 55 വയസ്സായ അടിമ, ഒന്ന് 55 ഒന്ന് 60 ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് 65 എന്താണ് 65ൻ്റെ അടിമനെ വെക്കാൻ പോണത്, എവിടേക്കും കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം അങ്ങനെ വേർതിരിയുന്ന വിശേഷണം പറയണം അങ്ങനത്തെ കൊടുത്ത്, രണ്ടും ഒരേ ഐറ്റംസ് ആണെങ്കിൽ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. അപ്പം എന്താണ് കച്ചവടം ശരിയാവും, അറിയാത്തതിൻ്റെ കച്ചവടം ശരിയാവും എന്നാണ് സാനിക്കാരുടെ അഭിപ്രായം. അസഹൻ്റെ അഭിപ്രായം എന്താണ്, സഹിയാവില്ല. അങ്ങനെ സഹിയാവുമെന്ന് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ വിശേഷണം പറഞ്ഞാൽ മതി, തിരിയാൻ തക്കത്തോടെ വിശേഷണം പറഞ്ഞാൽ മതി. ഇനി വയസ്ബത്തുൽ ഖിയാറുൽ മുസ്തരി, വാങ്ങിയവന് ഇഷ്ടം ചെയ്യാം, വാങ്ങിയവന് കച്ചവടം ചെയ്യാം, വയ്യും ചെയ്യാം, കച്ചവടം സ്ഥിരപ്പെടുത്തി നടപ്പിൽ വരുത്തും ചെയ്യാം. റൂയത്തി കാണുമ്പോൾ, ഇപ്പൊ കാണാതെയുള്ള കച്ചവടം ചെയ്തത്, വിശേഷണമൊക്കെ പറഞ്ഞാണ് കച്ചവടം ചെയ്തത്, എത്തിയോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. അപ്പം എന്താ അവന് ഇഷ്ടം ചെയ്യാം. കച്ചവടം ഇവിടെ നടന്നോ, അങ്ങാടിയിൽ നിന്നാണ് സാധനം ഇവിടുന്നാ കൊടുക്കണത്, വീട്ടിൽ നിന്നാ നാട്ടിൽ നിന്നാ കൊടുക്കണത്. അപ്പം എന്താണ് വീട്ടിൽ നിന്ന് സാധനം വന്ന് കണ്ടുനോക്കുമ്പോൾ എന്താണ് അവൻ കരുതിയമാതിരിയല്ല. അപ്പോൾ അവൻ എന്താ ചെയ്യാം, ഖിയാറുണ്ട്. ഫേസ്ബുക്കിൽ ഖിയാറുൽ മുസ്തരി, വാങ്ങിയവന് ഖിയാറ് സ്ഥിരപ്പെടുന്നതാണ് കേട്ടോ, ഇഷ്ടം ചെയ്യാം. റൂയത്തി കാണുന്ന നേരത്ത് വയും വജദഹു കമാ വസഫ, പറഞ്ഞ മാതിരി തന്നെയാണ് എത്തിയെങ്കിലും കേട്ടോ, പറഞ്ഞ മാതിരി തന്നെയാണ് കണ്ടതെങ്കിലും ഓനെന്തുണ്ട്, ചെന്ന് കണ്ടാൽ ഒയ്യണമെങ്കിൽ ഒയ്യാം. ഇങ്ങനെ കച്ചവടം ചെയ്തതിന് എഴുതിയുണ്ട് കുടുങ്ങണ്ട. ഫേസ്ബുക്കിൽ ഖിയാറ് സ്ഥിരപ്പെടും. മുസ്തരിക്ക് വാങ്ങിയവന് റൂയത്തി കാണുന്ന നേരത്ത് വയും വജദഹു കമാ വസഫ, പറഞ്ഞ മാതിരി എത്തിച്ചാലും ശരി. ഖബർ ലൈസ കൽ മുആയത്തി, വർത്താനം എന്നുള്ളത് കാണുന്ന മാതിരിയല്ലല്ലോ. ഖബറ, വർത്താനം എന്നുള്ളത് ഏതുപോലെയല്ല, ലൈസക്കൽ മുആയന, കാണുന്ന മാതിരിയല്ല. കാണുമ്പോൾ നമ്മൾ പറഞ്ഞ് തരിപ്പിച്ച മാതിരി അവിടെ ചെന്ന് കാണുമ്പോൾ, അപ്പൊ ചെന്ന് കാണുമ്പോൾ നമ്മൾ കരുതിയ മാതിരി അല്ലെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്യാം, ഒയ്യണമെങ്കിൽ ഒയ്യാം കേട്ടോ, കച്ചവടമൊക്കെ ശരിയാവും. ഒയ്യുമ്പോ ചിലവൊക്കെ മാവസഫ, പറഞ്ഞ മാതിരി എത്തിച്ചാലും ശരി. ലെന്നൽ ഖബറ, വർത്താനം എന്നുള്ളത് ലൈസക്കൽ മുആയത്തി, കാണുന്ന മാതിരിയല്ല. വഫീഹി ഹദീസുൻ, ഇതിലൊരു ഹദീസുണ്ട്. മനിസ്തറ, ആരെങ്കിലും കൊണ്ടാൽ, മാലയറോ കാണാത്തത് വാങ്ങിയാൽ, ഹോ ബിൽ ഖിയാരി ഇദാ റആ, കണ്ടാൽ അവന് ഇഷ്ടം ചെയ്യാം. കാണാതെ വല്ലത് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടാൽ അവന് ഖിയാറുണ്ട് എന്നൊരു ഹദീസുണ്ട്. അതിന് ഹദീസുൻ, ഇതിലൊരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? മനിസ്തറ, ആരെങ്കിലും വാങ്ങിയാൽ, മാലമ്യറ, കാണാത്തതിന്, ബിൽ ഖിയാർ, അവന് ഇഷ്ടം ചെയ്യാം. ഇതാറാവോ, എപ്പം കണ്ടാൽ. ലാക്കിനെങ്കിലും കാലത്ത് ദാറഖുത്നി പറഞ്ഞിട്ടുണ്ട്, ബയ്യക്കും പറഞ്ഞിട്ടുണ്ട്, അന്നോ ലൈഫിന് ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറഖുത്തിൻ്റെയും ബൈഹഖിയുടെയും അഭിപ്രായത്തിൽ എന്താണ് ഈ പറഞ്ഞ ഹദീസ് ലൈഫാണ്. വയംപുതു ഖബല റുയ്യത്തി, വയംപുതു നാപ്പിതാകും ഖബല റുയ്യത്തി, കാണുന്നതിൻ്റെ മുല്ലൽ ഫസ്ക് ദൂനൽ ഇജാസത്തി, നടപ്പിൽ വരുത്താതെ ഫസ്ക് ചെയ്യാം. കാണുന്നതിൻ്റെ മുമ്പ് ആ കച്ചവടം പൊളിച്ച എന്താ, കച്ചവടം ഒഴിവാക്കാം, ഫസ്ക് ചെയ്യാം. നാപ്പിതാകും, നടപ്പിൽ വരുത്തും, കബലറുയെ, കാണുന്നതിൻ്റെ മുമ്പ്, അൽ ഫസ്ക് ചെയ്യല്, ദൂനൽ ഇജാസത്തി, നടപ്പിലെത്താതെ ഫസ്കാക്കാൻ കേട്ടോ. ഞാനാ കഴിഞ്ഞാറ്. വലാ ഖിയാർ അൽ ബായി, ബായിക്കറ്റ ഖിയാറില്ല. ബായിക്ക് ഓൻ കണ്ടു പറ്റിയാൽ തരാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ പറയാൻ പറ്റില്ല. അവന് ഖിയാറില്ല, അവന് ചെയ്യാൻ പറ്റില്ല. വക്കീലോ ഒരു ഖിയാർ, കീലുണ്ടോ, അവനും ഖിയാറുണ്ട്. മറ്റന്നാലും അവനും ഖിയാർ, അവനും വേണേ ചെയ്യാം, കച്ചവടം ചെയ്യാം. വയില്ലമ്മെ കൊണ്ട് ആൽ മബിയ,
ലഹുൽ ഖിയാറു, എപ്പോ അവന് ഖിയാറുണ്ട്, എപ്പോ ഇല്ലം വെക്കും റാരി മബീനെ കണ്ടിട്ടില്ല, വിൽക്കുന്ന സാധനം അവൻ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ അവൻ എന്താക്കുക, അപ്പൊ കാണുമ്പോ എന്താക്കുക, അവന് ഖിയാറുണ്ട്. ഖീല അപ്പോൾ വല ഖിയാറിൽ ബായി വക്കീല ഒരു ഖീലുണ്ട്, ലഹുൽ ഖിയാറു ബായിനിക്കും ഖിയാറുണ്ട്. അപ്പൊ ഇല്ലം ഇല്ലം യക്കുൻ റഅൽ മബീനെ കണ്ടിട്ടില്ല, വിറ്റ സാധനം കാണാതെ വിറ്റതാണ്. അവൻ ആദ്യമൊക്കെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നറിയാം, ചെന്ന് കണ്ടു നോക്കുമ്പോൾ എന്താണ്, വിൽക്കാൻ പറ്റിയ സാധനമല്ല. അങ്ങനെ അപ്പോൾ അവൻ ഒയ്യാന്ന് വയസ്സ് സബത്ത, അങ്ങനെ ഖിയാറ് സ്ഥിരമാവുമ്പോൾ, ഖിയാറുണ്ട് എന്ന് വെക്കുമ്പോൾ കേട്ടോ, ഖിയാറുണ്ട് ഇല്ല എന്നൊക്കെ ചർച്ച ആകുന്നില്ലേ, ഉണ്ട് എന്നുള്ള കൗലപ്രകാരം വയസ്സ് സബത്ത ഖിയാറ് സുബൂത്താകുമ്പോ കേട്ടോ, സുബൂത്താകുമ്പോ ഫക്കീല, അപ്പൊ അവിടെ കീലുണ്ട് വാനൽ പോരി ഉടനെ ചെയ്യണം കേട്ടോ. ഇത് ഉണ്ട് എന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് നടത്തണം, പെട്ടെന്ന് ഖിയാറാണ്, വേണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ട് എന്ന് വെക്കുമ്പോൾ ഓനിഷ്ടം പ്രവർത്തിക്കുക, കച്ചവടം ചെയ്ത് കുടുങ്ങണ്ട, എന്താക്കുക, ഒയ്യാന്നുള്ള ഖിയാറോനുണ്ടെങ്കിൽ അവൻ പെട്ടെന്നാക്കണം കേട്ടോ. കീലാലിൽ പോരി കീലുണ്ട് പെട്ടെന്നാക്കണം. വല്ലസഹ അസഹുള്ളത് എന്തിതാത മജ്ലിസ് റുയ്യത്ത്, ആ കാണുന്ന മജ്ലിസ് പിരിയോളുണ്ട്. അസഹാഭിപ്രായതാണ്. ഒരു ഒന്ന് കണ്ടല്ലേ സാധനമൊക്കെ കണ്ട് അവിടുന്ന് പിരിയുന്നതിന്റെ ഇടയിലെപ്പോഴായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് പറയണമല്ലോ, ചിന്തിച്ചോട്ടെ, കുറച്ച് ചിന്തിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. എന്തു ആ സമയം നീണ്ടു വെക്കും, എത്ര ഇംതിദാദ മജ്ലിസ് റുയ്യ, കാണുന്ന ആ സദസ് എത്ര ഉണ്ട് അത്ര കണ്ട് അത് നീണ്ടുക്കും. വൈദ്യുൽ കൗലാനി, ഈ രണ്ട് കൗലും നടക്കും. ഫീ റൈനിൽ വായുവിനെ പണയം വെക്കണോടത്തും നടക്കുന്നത് കേട്ടോ. വായു സാധനം കണ്ടില്ല, പണയം വെച്ചു, കാണാത്ത സാധനം പണയം വെച്ചു, ഇനി കണ്ടാൽ അവിടെ എന്താക്കുക, അവന് ഖിയാറുണ്ടില്ല എന്നുള്ള ഈ കൗല് അവിടെയും വരും. ഹിബത്ത് അതായത് ഹിബത്തായി കൊടുത്തവന് കേട്ടോ. കൗലാനി നടക്കും റഹനിൽ വായിബിനെ പണയം വെക്കുന്നോടത്തും അതിനെ ഹിബത്ത് കൊടുക്കുന്നോടത്തും കേട്ടോ, വെറുതെ കൊടുക്കുന്നോടത്തും. അത് കൊടുത്ത ഇവിടെ സാധനം ഇവനറിയാം, ഇവന് ആവശ്യമില്ല, കണ്ടപ്പോ അവന് ഇവന് ആവശ്യമില്ല മാതിരിയുണ്ട്. അപ്പോൾ അവിടെ എന്താക്കാം, ഒഴിവാകാം, ഒഴിവാണെങ്കിൽ ഒഴിവാകാം എന്നൊരു കൗലുണ്ട്, ഒഴിവാൻ പറ്റൂല എന്നുള്ള കൗലുണ്ട് കൊടുത്തവന്. വാരാ സിഹത്തിഹിമ കേട്ടോ, ഇത് രണ്ടും സഹിയാണെന്നുള്ള അഭിപ്രായം, രണ്ട് കൗലും സഹിയാണെന്നുള്ള അഭിപ്രായ പ്രകാരം ലാ ഖിയാറ ഇന്ദ റുയ്യത്തി കേട്ടോ. കാണുന്ന നേരത്ത് എന്തില്ല, ഖിയാറില്ല. കച്ചവടം സഹിയാവും, ഇബത്തും സഹിയാവും, അതുപോലെ തന്നെ റഹനും സഹിയാവും എന്നുള്ള കൗല പ്രകാരം ലാ ഖിയാറ ഇന്ദ റുയ്യത്തി, കണ്ടാ പിന്നെ അവിടെ എന്തില്ല, ഖിയാർ പറ്റൂല. ഇതിൽ ആദ്യത്തിലേക്ക്, കാരണം അതിന്റെ ആവശ്യമില്ല. വാരല്ലതരി അഭിപ്രായ പ്രകാരം ഫിസ്തിറാത്തിൽ റുയ്യത്തി, കാണല് സത്താണെന്ന് പറഞ്ഞ അഭിപ്രായ പ്രകാരം തെക്കിർ റുയ്യത്ത് കബലിൽ അക്കതി, അക്കതിന് മുമ്പ് എവിടെ, അപ്പൊ കാണല് സത്താണെന്നാ പറഞ്ഞത്. സാധനം കാണണം, അത് അങ്ങനെയാണ്. അത് പ്രകാരം എത്രയൊക്കെ എങ്ങനെ കാണല് തെക്കിർ റുയ്യത്തു കബലിൽ അക്കതി, അക്കതിന് മുമ്പ് എപ്പോഴും കണ്ടാൽ മതി. ഹിമാലയ തകയ്യർ വാലും, സാധാരണയിൽ അത് വ്യത്യാസമാവില്ല. ഇപ്പൊ സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ പോയി കണ്ടാൽ മതി കേട്ടോ. അല്ലെ വീടാണെങ്കിൽ ലായ തകയ്യർ വാലിബിൽ അത് വ്യത്യാസമാകാത്ത ഒരു സാധനമാണെങ്കിൽ തെക്ഫിർ റുയ്യത്തു കബിലൽ അക്കതി, അക്കതിന് മുമ്പ് കണ്ടാൽ മതി. ഹിമാലയ തകയ്യർ വാലിബിലും എന്തായാലും വ്യത്യാസമാകൂല. ഇലാവക്തിൽ ഈ അകത് വരെ എന്തൊന്നും സംഭവിക്കും, വീടാണ് അല്ലെങ്കിൽ പറമ്പാണ്, ഇതെന്താവില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ 1 മാസം കഴിഞ്ഞാലും എന്താവില്ല, വ്യത്യാസമാകൂല, ഒരു വർക്ക് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ ഇടപാടിന്റെ കുറച്ച് മുമ്പ് കണ്ടാൽ മതി. തെക്ഫീർ റുയ്യത്തോ കാണല് മതി, കബിലറുലാക്കതി, അക്കതിന് മുമ്പ് കണ്ടാൽ മതി. അക്കതിന്റെ നേരത്തെ കണ്ടോളൊന്നുമില്ല, അതിന് മുമ്പ് കണ്ടാൽ മതി കേട്ടോ. ഫീമാലായ തവയ്യർ വാലിബൻ ഇലാവക്തില്ലാക്കതി കല്ലറാദി, വീട് പോലെ, അല്ല സ്ഥലം പോലെ, വല്ലവാനി പാത്രം പോലെ, വന്നഹദീദി ഇരുമ്പ് പോലെ, വന്നുഹാസി ചെമ്പ് പോലെ, ഇതൊക്കെ എന്താണ് അങ്ങനെ വ്യത്യാസമാണെന്നല്ലല്ലോ. ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ഒക്കെ കണ്ടാൽ മതി. ദൂരമായ തകയ്യർ വാലിബൻ, വാലിബിലും എന്താണ് പകർച്ചയാവുന്ന ഒന്നയിച്ച് അതിലെന്താ പോലെ, പിന്നെ പഴം പോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ
ഇപ്പം 2 ദിവസം മുമ്പ് കണ്ട പഴം എന്നൊക്കെ എന്തായി കാണും, പഴുത്ത് ചീഞ്ഞ് കാണും, അല്ലെങ്കിൽ പഴുപ്പ് ഏറി കാണും, വ്യത്യാസമാവും കേട്ടോ. ദൂനമായ തകയ്യറു ഗാലിബൻ, ഗാലിബിനും പകർച്ചയാകുന്ന ഒന്നിനെ കൂടാതെ, അത് കുറച്ച് മുമ്പ് ഇടപാടിന് കുറച്ച് മുമ്പ് കണ്ടാൽ മതിയാവില്ല. കല്ലാത്തമത്തി ഭക്ഷണ സാധനം പോലെ, കല്ലത്തി എങ്ങനത്തെ ഭക്ഷണ സാധനമാണ്, എസ്രവ് ഫസാദ് ഫസാദുള്ളവരും നെതറലിൽ ഗാലിബുള്ള നോക്കിയിട്ട് എന്താ ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ സാധനം. ഗാലിബി ഭീമ കല്ലത്തൈമത്തില്ലെത്തി എസ്രവ് ഫസാദ് നെതറലിൽ ഗാലിബ് ഭീമ രണ്ടിലും, അതായത് പകർച്ചയാവുന്നതിലൊക്കെ ഗാലിബ് നോക്കിയിട്ട് ഒപ്പീമ യഹ്തമിലു കല്ലത്തൈമത്തില്ലെത്തി എസ്രവ് ഫസാദ് നെതറലിൽ ഗാലിബി ഭീമ വഫീമ യഹ്തമിലു മിന്ന അത്തയ്യിറു വഅദമുഹു. വഫീമ ഒന്നില് യഹ്തമിലു മിന്ന തയ്യിറു ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒന്നില് അതുമൂലും അല്ല തയ്യിറിലും തയ്യറിന്റെ അതുമിലും രീതികളിൽ നിന്ന് ചാൻസ് ഉള്ള ഒന്ന്. വഫീമ ഒന്നില് യഹ്തമിലു ചാൻസ് ഉണ്ട്, സാധ്യമാകും, മിന്ന ഇതുകളിൽ നിന്ന് എന്ത് തകയ്യൂർ കേട്ടോ. തകയ്യൂർ ചാൻസ് ഉണ്ട്, തകയ്യൂറിന് ചാൻസ് ഉണ്ട്. തകയ്യൂറിന് ചാൻസ് ഇല്ലാത്തതിൽ സവാൻ പോലത്താണെങ്കിൽ ശരി കേട്ടോ. അപ്പൊ ഈ തകയ്യൂറിന് ചാൻസ് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞില്ലേ, അതിലുണ്ട് വജ്ഹാനി 2 വജ്ഹുണ്ട് കേട്ടോ. വജ്ഹാനി 2 വജ്ഹുണ്ട്. അഭിമായത്തമിലും ഇന്ന തകയ്യൂറു ആയതുമോ സവാൻ കല്ലയവാനി, അയവാൻ പോലത്തതാവട്ടെ, ഏതാവട്ടെ, എന്താവട്ടെ, ആ പകർച്ച ആകും ആകൂല എന്ന് പറഞ്ഞതിൽ ചാൻസ് ഉണ്ട്. വജ്ഹാനി പിന്നെ തകയ്യൂറ് ചാൻസ് ഉള്ളതിലുണ്ട്, വജ്ഹാനി 2 വജ്ഹുണ്ട്. അസഹുമാതിൽ നിന്ന് ഏറ്റവും അസഹായത് സിഹത്തുൽ ബൈ, കച്ചവടം സഹിയാവുന്ന കേട്ടോ, കച്ചവടം സഹിയാവുന്ന. പകർച്ചയാവുന്നതിലും പകർച്ചയാവാത്തതിലും ഏതാവട്ടെ, എന്തായാലും വേണ്ടില്ല, 2 വജ്ഹുണ്ടതില്. അസഹുമാതിൽ അസഹ വജ്ഹ് ഏതാണ്? സിഹത്തുൽ ബൈ, കച്ചവടം സഹിയാവുന്നതാണ്. ലന്നൽ അസ്ല ബഖാഉൽ മർഇ ഫിഹാ ബിഹാലി, അസ്ലുള്ള എന്താണ്? ആ കണ്ട സാധനം അതേമാതിരി അവിടെ ഉണ്ടാവുന്നുണ്ട്, പകർച്ചയാകത്തോടത്ത് കേട്ടോ. പകർച്ചയാകുന്നതിനനുസരിച്ച് അപ്പം ആക്കതിൻ്റെ അടുത്ത് കാണണം അല്ലേ. പകർച്ചയാകാത്ത ആക്കതിൻ്റെ മുമ്പ് കണ്ടാലും മതി. ലന്നൽ അസ്ല ബഖാഉൽ മർഇ അതിലുള്ള മർഇ ശേഷിക്കലാണ്, അതായത് കണ്ട സാധനം ശേഷിക്കലാണ് ബിയാലി. അങ്ങനെ തന്നെ ഫൈനും വജതവും മുതഗയ്യിറൻ എത്തിച്ചു, ചെന്ന് നോക്കുമ്പോൾ പകർച്ചയായിട്ട് എത്തിച്ചു. എന്നാ പലവൽ ഖിയാറും, ഈ സമയത്ത് എന്ത് ചെയ്യാം, ഖിയാറുണ്ട് കേട്ടോ. ഇത് ബാക്കി പകർച്ച ആവൂല എന്നുള്ളതൊക്കെ ഉണ്ടായിന്. ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ആകെ എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞ് മഴണ്ട് പെയ്തിട്ട് എന്താണ് ആകെ ഒഴിച്ചാണ് പോയിരുന്ന സ്ഥലമൊക്കെ മുഗയ്യിറൻ. അപ്പോൾ എന്താക്കുന്നുണ്ട്, എന്തുണ്ട്, ഖിയാറുണ്ട്. സ്ഥലം അള്ളാണ്, പക്ഷെ അത് പകർച്ച ആവൂല എന്നുള്ളതുണ്ടാവുക. പക്ഷെ നോക്കുമ്പോൾ പകർച്ചയായിരിക്കണം. എന്നാ പലവർ ഖിയാറും എന്തുണ്ട്, ഖിയാറുണ്ട്. ഫൈൻ ആദവിൽ ബായ് തർക്കിച്ചാലോ, തകയ്യൂരിൽ തർക്കിച്ചു. അതെന്റെ ഇത് കണ്ട അതേമാതിരി തന്നെയാണ് എപ്പോഴും നന്ന്. തകയ്യൂരിൽ തർക്കിച്ചാൽ കീല, അപ്പൊ ഒരു കീലുണ്ട്. അവിടെയുള്ള കീല എന്താണ്? കൗലുഹു, കൗല് ആരെ കൗല് തന്നെയാണ്? ബായിന്റെ കൗല് തന്നെയാണ്. കൗല് ഓന്റെ അവിടെ ആരതാ സ്വീകരിക്കേണ്ടത്? ഇവിടെ തർക്കിച്ചാൽ നിന്നാൽ ആരതാ സ്വീകരിക്കേണ്ടത്? ബായിന്റെ കൗലാണ്, ഉറ്റോന്റെ കൗലാണ്. എന്നല്ല അസനാദ് തകയ്യ, അസലുള്ള എന്താണ്? പകർച്ചയില്ലാതിരിക്കലാണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് വിജയിക്കാറ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് സ്വീകരിക്കേണ്ടത് ആരെ കൗലാണ്? ബായിന്റെ കൗലാണ്. എന്നല്ല അസന അത് മുത്തകയ്യൂര്.
വല്ല അസഹു അസഹുള്ള കൗലിൽ മുസ്തരി, അസഹുള്ള എന്താണ്? മുസ്തരിന്റെ കൗലാണ്. അപ്പം പകർച്ച ആവാത്തൊരു സാധനം പകർച്ചയായാൽ ഖിയാറുണ്ട്. അതിൽ തർക്കം വന്നാൽ വായു തകയൂറിലെന്തായി? ആ പകർച്ചയായതിൽ തർക്കിച്ചു. അപ്പൊ കീലൽ കൗലു കൗലു, ഒരു കീലുണ്ട്. കയയില ഉള്ളത് എന്താണ്? ആരോ വാക്കാണ് അവിടെ സ്വീകരിക്കേണ്ടതെന്നാണ്, വായിൻ്റെ ആണെന്ന് കീല. ലന്നൽ അസൽ അതുമ തകയ്യൽ, കാരണം അസലുള്ളത് പകർച്ച ആവാതിരിക്കലാണ്. വല്ല അസൽ അവിടുത്തെ അസഹ ഏതാണ്? കൗലുൽ മുസ്തരി, മുസ്തരിന്റെ കൗലാണ് എന്നാണ്. അവിടെ സ്വീകരിക്കേണ്ട കൗല് മുസ്തരിന്റെ കൗലാണ്. ബിയമീനാൻ സത്യം ചെയ്യിപ്പിക്കണം. ഈ പറഞ്ഞ സത്യം എന്നുള്ളത് വാസ്തവമാണെന്നുള്ളത് സത്യം ചെയ്യിപ്പിക്കണം. കാരണം അന്നൽ വായെ യുദ്ധാലയിൽ, കാരണം എന്താണ് ഇവിടെ ഇങ്ങനെയാണ് അസഹ എന്ന് പറയാൻ കാരണം എന്താ? വായു അവൻ്റെ മേലിൽ വെറുതെ വാദിക്കുകയും വായു വെറുതെ വാദിക്കും. അന്നൽ വായു യുദ്ധാലയിൽ ബിയമീനി അന്നൽ വായയെ അപ്പോൾ കൗലുൽ മുസ്തരിയാണ് ഇവിടെ. ബിയമീൻ അവൻ സത്യം ചെയ്യിപ്പിച്ചിട്ട് അവനെയാണ് സ്വീകരിക്കേണ്ടത്. വായി യദ്ദഈ അലൈഹി, അവൻ്റെ മേലിൽ വാദിക്കും, ഇൽമിനെ വാദിക്കും കേട്ടോ. അവനറിയാം എന്നുള്ള ആ മുസ്തരിൻ്റെ മേലിൽ ഇൽമിനെന്താ വാദിക്കും? ബിയാദി സിഫത്ത്, ഈ സിഫത്ത് കൊണ്ടുള്ള ഇതിങ്ങനെയാണെന്ന് അവൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ വാദിച്ചുണ്ടാക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഇവിടെ സ്വീകരിക്കേണ്ടത് ആരെ വാക്കാണ് സ്വീകരിക്കേണ്ടത്? ബായിൻ്റെ അല്ല, മുസ്തരിൻ്റെ ആണ് സ്വീകരിക്കേണ്ടത്. ഓൻ വാദിക്കും, പോവുകയും കിറും, ഇവൻ നിഷേധിക്കുകയും ചെയ്യും. മുസ്തരിൻ്റെ മേലിൽ എന്താക്കും? ഇവൻ വാദിക്കും, അങ്ങനെ അവൻ അറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കും? ഇങ്ങനെ അവൻ്റെ അറിവ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കും. അപ്പം ഇവനാണെങ്കിലോ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അസഹായ കൗലേതാണ്? ആരോ കൗലാണ് സ്വീകരിക്കേണ്ടതെന്നാണ്? മുസ്തരിൻ്റെ കൗലാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ ചെറയിൽ മോദബിലുണ്ട് മാവർദി ഇമാമിനെ തൊട്ട് അന്ന സൂറത്തുൽ മസ്സലത്തി ഫിൽ ഇക്തിഫായി ബിറുയ്യത്തി സാബികത്തി കേട്ടോ. അന്ന സൂറത്തുൽ മസ്സലിൻ്റെ സൂറ രൂപം ഫിൽ ഇക്തിഫായി മതിയാക്കുന്നതിൽ റുയ്യത്ത് സാബിക്ക റുയ്യത്ത് മതിയാണ്. അതായത് കച്ചവടത്തിന് മുമ്പ് കണ്ടാൽ മതി എന്ന് പറഞ്ഞ അത് മതിയാക്കാനുള്ള രൂപം. അയ്യക്കൂന ഹാലൽ ബൈ മുതദക്കിറൽ ഔസാഫി കേട്ടോ. അയ്യക്കൂന അവൻ ആവലാണ് ബൈൻ്റെ നേരത്ത്, കച്ചവടത്തിൻ്റെ നേരത്ത് ആ വസ്തുക്കളൊക്കെ ഓർത്തവനാവലാണ് കേട്ടോ. ഫൈൻ നസിയ, മറന്നാൽ തൂലിൽ മുദ്ദത്തിൽ, സമയമൊക്കെ കുറേ ആയി കണ്ടിട്ട് ഇപ്പം എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ ഓർമ്മയിലില്ല. അതിന് സമയമൊക്കെ വൈകിയത് കൊണ്ടോ അവനെ മറന്നാൽ വനവിയത് പോലത്തെ ദീർഘമായത് കൊണ്ടോ അല്ലെ ദീർഘമായത് പോലത്തെ കൊണ്ടോ അത് മറന്നാൽ പോവുക ബൈയോ വായ്പൻ, അത് ബൈയോ വായ്പായിട്ടാണ് വരിക. അപ്പോൾ അത് ഏതിലുള്ളതാണ്? മാവർദീൻ്റെ വാക്ക്. മാവർദി പറഞ്ഞ മാവർദീനെ തൊട്ട് ഷറൽ മോദബിലുള്ളതാണ്. എന്ത്? ഒരു മസല, ഏത് കണ്ടാൽ മതി എന്നുള്ള ഉള്ള മസല. സൂറത്തുൽ മസലത്ത് ഫിൽ ഇക്തിഫായി ബി റുയ്യത്തി സാബിക, മുൻകടന്ന കാഴ്ച മതി എന്നുള്ള എനിക്കുള്ള ആ രൂപം. യക്കൂന ഹാൽ ബയ്യിൻ്റെ സമയത്തിൽ അവൻ ആവലാണ് മുത്തദക്കിറൽ ഔസാഫി, ആ വസ്ഫുകളൊക്കെ വിശേഷണമൊക്കെ ഓർത്തവനാവുക. ഫൈൻ നസീബിയ, അത് മറന്നാൽ തൂലിൽ മുദ്ദത്തി, സമയം ദീർഘമായത് കൊണ്ടോ വനാബി അല്ലെ അത് പോലത്തെ കൊണ്ടോ മറന്നാൽ പോവുക ബൈ വായ്പ്. സാധനം ബൈ വായ്പായിട്ടാണ് കൂട്ടുക. വായ്പിനെ വെക്കണ കച്ചവടം പറഞ്ഞില്ലേ, ആ കച്ചവടത്തിലാണ് പെടുക. അപ്പം കാല മുസന്നിഫ് പറഞ്ഞു വാദ ഗരീബ്, വളരെ
അപൂർവമാണ്. ലം യതാറല്ലോ ഈ മസല ഇങ്ങനെ പറച്ചിലെന്താണ് മറ്റേ എന്താണ് വളരെ അപൂർവമാണത്. ലം യതാറത് ലഹുൽ ജുമ്മൂറൊന്നും ഇതിന് എന്തായിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. ജുമ്മൂറൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെന്താണ് അപൂർവമായ ഒരു എന്താണ് സംഗതിയാണ് എന്നാണ് മുസന്നിഫ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.